മഹാലക്ഷ്മി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. സീമന്തനിക്ക് ആകെ മഞ്ജുവിനോട് ഭയങ്കര ദേഷ്യമാണ്. കാരണം ഇനിയിപ്പോൾ ഒന്നും കിട്ടില്ല, ഏതായാലും അവളെ അവിടെ കൊണ്ടാക്കുകയാണ് ഇതിലും നല്ലത് എന്നിങ്ങനെ സീമന്തനി വിചാരിക്കുകയാണ് കേട്ടോ. അതേസമയം മേഘനോട് ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ മേഘൻ പറയുന്നുണ്ട്, വേണ്ട, മേഘൻ അറിയാം ആ സ്വത്ത് എപ്പോഴാണെങ്കിലും മഞ്ജുവിൻ്റെ പേരിൽ വരും എന്നുള്ളത്. അവരിങ്ങനെ സംസാരിച്ചു കൊണ്ട് നിൽക്കുമ്പോൾ തന്നെ മഞ്ജു ഇങ്ങനെ വരികയാണ് കേട്ടോ, അടിപൊളി ഡ്രസ്സൊക്കെ കൊടുത്തിട്ട്. നീ എങ്ങോട്ടേക്കാണ് പോകുന്നത് എന്ന് ചോദിക്കുകയാണ്. ഞാൻ അമ്പലത്തിലേക്കാണ് പോകുന്നത് പറയും. നീ ഒരു കല്യാണത്തിന് പോണ പോലെ ഉണ്ടല്ലോ, കുറച്ച് മുല്ലപ്പൂവും കൂടി കുറവുണ്ട് എന്നിങ്ങനെ പറയണം കേട്ടോ. വേണ്ട, ഞാനത് അമ്പലത്തിൽ നിന്ന് വാങ്ങിക്കോളാം എന്നിങ്ങനെ പറയണം. സീമന്തനിക്ക് മഞ്ജുവിനോട് ഭയങ്കര ദേഷ്യമാണ്. കാരണം മേഘനുമായിട്ട് മഞ്ജു ഒരു സ്വരച്ചേർച്ചയില്ല എന്ന് സീമന്തനിക്ക് മനസ്സിലാകുന്നുണ്ട്. അത് പല പ്രാവശ്യം മേഘനോട് ചോദിച്ചിട്ടുണ്ട്, നീയും ഇവളും തമ്മിൽ നല്ല ദാമ്പത്യമാണോ ജീവിക്കുന്നത് എന്നിങ്ങനെ ചോദിക്കണം. അമ്മ വെറുതെ പ്രശ്നം ഉണ്ടാക്കാതെ അമ്മായിയമ്മയും മരുമകളും ഇനിയും തുടങ്ങിയ പ്രശ്നങ്ങൾ എന്നിങ്ങനെ പറയണം കേട്ടോ. അതിനുശേഷം മഞ്ജു പോവുകയാണ്. മേഘൻ്റെ സമ്മതം മാത്രമല്ലേ മഞ്ജുവിന് വേണ്ടല്ലോ. മഞ്ജു അമ്പലത്തിലേക്ക് പോവുകയാണ് കേട്ടോ. അതിനുശേഷം സീമന്തനി മേഘനോട് പറയാണ്, ഇവളുടെ പോക്ക് അത്ര ശരിയല്ല, നീയേ ഇവളാകെ മൊത്തം ഒരു മാറ്റമുണ്ട് ഇവൾക്ക്. നീ ഇവളുടെ പിന്നിൽ പോയിട്ട് ഇവളെവിടെയാണ് പോകുന്നത്, ഇവളാരെയാണ് കാണുന്നത്, ഒന്ന് പോയി അന്വേഷിക്കുക, എങ്കിൽ നിനക്ക് ഗുണം ചെയ്യും, അല്ലെങ്കിൽ അവൾ വല്ലവൻ്റെയും കൂടെ പോവണ്ട എന്ന് സീമന്തനി പറയണം കേട്ടോ. അത് കേൾക്കുമ്പോൾ മേഘനും ഒരു സംശയം തോന്നും. ശരിയാണ്, മഞ്ജുവിന് ആകെ മൊത്തം ഒരു മാറ്റമുണ്ട്, അതുകൊണ്ട് എന്തായാലും ശരി, ഒന്ന് പിന്നിൽ പോയി നോക്കാം എന്നിങ്ങനെ മേഘൻ കരുതുകയാണ് കേട്ടോ. പിന്നീട് മഞ്ജു ഇങ്ങനെ അമ്പലത്തേക്ക് പോവുകയാണ് കേട്ടോ. അമ്പലത്തിൽ പോകുമ്പോഴേക്കും സാഗർ അവിടെ അമ്പലത്തിലുണ്ടാകും. സാഗർ പക്ഷേ നമ്മുടെ മഹാലക്ഷ്മി അവിടെ അമ്പലത്തിൽ വന്നിട്ട് സംസാരിച്ചു കൊണ്ട് നിൽക്കുന്നുണ്ടാവും, ഒരു സ്ത്രീയോട് സംസാരിച്ച് നിൽക്കുന്നുണ്ടാവും കേട്ടോ. സാഗർ മഹാലക്ഷ്മിയെ കണ്ടത് മാറി നിൽക്കണം. എന്തായാലും ഇപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി കാണണ്ട, കണ്ടു കഴിഞ്ഞാൽ അതൊരു പ്രശ്നമാകും. ഏതായാലും കല്യാണം കഴിഞ്ഞതിന് ശേഷം കണ്ടാൽ മതി, ഇല്ലെങ്കിൽ മഹാലക്ഷ്മി എന്നെ കണ്ടു കഴിഞ്ഞാൽ കണ്ണനോട് പോയി പറഞ്ഞ് അത് വീണ്ടും പ്രശ്നമാകും എന്ന് കരുതിയിട്ട് സാഗർ ഇങ്ങനെ മാറി നിൽക്കണം കേട്ടോ. അതേസമയം നമ്മുടെ മഞ്ജു അമ്പലത്തിൽ പോയിട്ട് പ്രാർത്ഥിക്കുന്ന സമയത്ത് മഞ്ജു ഇങ്ങനെ നോക്കുന്നുണ്ട്, എല്ലാവരും നോക്കുന്നുണ്ട്, സാഗർ എവിടെ എന്നിങ്ങനെ നോക്കണം കേട്ടോ. പ്രാർത്ഥിച്ച് സാഗർ പുറത്തുണ്ടാവുമെന്ന് മഞ്ജുവിനറിയാം. പക്ഷേ സാഗർ മാറി നിൽക്കുകയാണ് നമ്മുടെ മഹാലക്ഷ്മിയെ കണ്ടതിന് ശേഷം. മഞ്ജു പ്രാർത്ഥിച്ച് പുറത്തിറങ്ങിയതിന് ശേഷം പെട്ടെന്ന് റോട്ടിലേക്ക് നോക്കുമ്പോൾ മേഘനാഥൻ്റെ കാറ് കാണുകയാണ് കേട്ടോ. കാറ് കണ്ടത് മഞ്ജു ആകെ ഞെട്ടിത്തിരിച്ച് പോവുകയാണ്. പക്ഷേ മേഘനാഥന് ഒരിക്കലും അമ്പലത്തിൽ കിടക്കാൻ പറ്റില്ല. കാരണം അപ്പോഴേക്കും നമ്മുടെ മഹാലക്ഷ്മി വേറൊരു സ്ത്രീയായിട്ട് ഇങ്ങനെ സംസാരിച്ചു കൊണ്ട് നിൽക്കുന്നത് മേഘനാഥൻ കാണുകയാണ് കേട്ടോ. പിന്നെ മേഘനാഥനുണ്ടോ അവിടെ നിൽക്കാൻ കഴിയുക? മേഘനാഥൻ പെട്ടെന്ന് തന്നെ തിരിച്ചു പോകും. പക്ഷേ സാഗറിൻ്റെയും മഞ്ജുവിൻ്റെയും കള്ളക്കളി മഹാലക്ഷ്മി കണ്ടുപിടിക്കാനാണ് ഏറെ സാധ്യത. മഹാലക്ഷ്മിയും അമ്പലത്തിൽ വന്നതിന് ശേഷം പോവുകയാണ്. വീണ്ടും രണ്ടുപേരും കൂടി മഞ്ജുവും സാഗറും കൂടിയിട്ട് സംസാരിച്ചു കൊണ്ട് ഇരിക്കുകയാണ്. പിന്നെ ഈ മേഘൻ ആകെ മൊത്തം മനസ്സിലേക്ക് ഒരു സംശയം തോന്നുകയാണ്. മഞ്ജുവിനെ വീണ്ടും മേഘൻ സംശയിക്കുകയാണ്. പക്ഷേ മഞ്ജുവിൻ്റെയും സാഗറിൻ്റെയും കള്ളക്കളി മേഘനാഥൻ കണ്ടുപിടിക്കുകയാണ്.